കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന തട്ടിപ്പ് പരിപാടിയെ അയ്യപ്പൻ തന്നെ പൊളിച്ചിട്ടുണ്ട്. വേറെ ആരും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലായിരുന്നു തട്ടിപ്പ് യാത്ര അഥവാ രാഷ്ട്രീയ കച്ചവട യാത്ര അരങ്ങേറിയത്. അരങ്ങേറി വരവെ അയ്യപ്പന് തന്നെ മനസ്സിലായി ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്. എന്റെ പേര് വെച്ചിട്ട് രാഷ്ട്രീയത്തിൽ അധികാര കച്ചവടം നടത്താൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിലെ നെറുകെട്ട രാഷ്ട്രീയക്കാരന്മാർ നടത്തുന്ന നാടകമാണ്. അങ്ങനെയാണ് അയ്യപ്പൻ തന്നെ നേരിട്ട് ആ വിശ്വാസ സംരക്ഷണ യാത്ര തകർത്ത് തരിപ്പണമാക്കിയത്. എറണാകുളം മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ പന്തൽ തകർന്നു വീണു. പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് പന്തൽ തകർന്നു വീണത്. താഴെ ആളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. വലിയ വിശ്വാസികളാണ്. അയ്യപ്പന്റെ പേര് കച്ചവടം നടത്തിയ അയ്യപ്പൻ വിടൂ? ഇല്ല, വിടില്ല. അയ്യപ്പൻ വിടില്ല. ഭാഗ്യത്തിന് അവിടെ ജീവഹാനിയൊന്നും ഉണ്ടായില്ല. കരൂരിൽ വിജയിക്കുണ്ടായതുപോലുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ ആ പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ വന്നു ചേർന്നേനെ. കാര്യം ഈ പന്തല് കെട്ടുന്നതിൽ വരെ ഫണ്ട് തട്ടിപ്പാണല്ലോ. സ്വാഭാവികമായിട്ട് അയ്യപ്പന്റെ പേരാണെങ്കിലും പലതരത്തിലുള്ള പിരിവെടുപ്പ് സൈഡിൽ കൂടെ നടക്കുകയാണ്. അതിൽ നിന്ന് പരമാവധി വെട്ടിയതിന് ശേഷം ഒരു പന്തല് കൊണ്ടുവന്ന് കെട്ടി. ആ കെട്ടി അയ്യപ്പന്റെ പേരിൽ ഒരു വിശ്വാസ സംരക്ഷണം. കേൾക്കുന്നവർക്കൊക്കെ ഞങ്ങളോടൊരു വല്ലാത്ത മതിപ്പും അടുത്ത അധികാരത്തിൽ വരേണ്ടത് ഈ ഭക്ത കുചേലന്മാരായിക്കോട്ടെ എന്ന് നാട്ടുകാർ വിചാരിക്കുമെന്ന്. അയ്യപ്പൻ പോലും വിജയില്ല എന്നതിന്റെ തെളിവല്ലേ ആ പരിപാടി തുടങ്ങാനിരിക്കെ ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ പന്തല് തന്നെ തകർന്നു. ഒരുപക്ഷെ ആളുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ വാർത്ത മുഴുവൻ അതായി മാറിയേനെ. തലനാരിഴയ്ക്ക് ഇവരുടെ പരിപാടി പൊളിക്കുക എന്നത് മാത്രമേ അയ്യപ്പന് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് തീർന്നു. ഇതെങ്കിലും കണ്ടിട്ട് ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക, ഫുൾ കച്ചവടമാണ്. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ആത്മാർത്ഥമായിട്ടല്ല അയ്യപ്പന്റെ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. അത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെയോ തട്ടിപ്പുകാരെ പിടിക്കണമെന്നല്ല, ഇത് വെച്ച് തട്ടിപ്പ് നടത്തി അധികാരം പിടിക്കണമെന്നാണ് ഈ ഖദർ തട്ടിപ്പുകാരുടെ ലക്ഷ്യം. അത് അയ്യപ്പൻ സഹിക്കൂ? കാര്യം നിങ്ങൾ എന്ത് വേണോ ചെയ്തു, പക്ഷെ എന്റെ പേര് വെച്ച് കച്ചവടം നടത്തി അങ്ങനെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കും. അങ്ങനെ അയ്യപ്പൻ പോലും ആ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കൊപ്പം ഇല്ല എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ്. കാര്യം എല്ലാം നിമിത്തങ്ങളാണല്ലോ. ആ നിമിത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയ്യപ്പൻ ആകെ കോപം പൂണ്ടിരിക്കുകയാണ്. തന്റെ പേരിൽ വിശ്വാസ കച്ചവടം നടത്തി രാഷ്ട്രീയ നേട്ടം അടിക്കാൻ ശ്രമിക്കുന്ന സതീശനും കുറുവാ സംഘത്തിന്റെയും പ്രവൃത്തിയിൽ അദ്ദേഹം കോപം കൊണ്ട് വിറച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് പന്തല് ദേ കിടക്കുന്നു. നേതാക്കന്മാരെല്ലാം കൂടി കസേരകളെല്ലാം പറക്കി കൂടുതൽ വാർത്തയാകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ, അതിനോട് ഒരു അംശം പോലും നീതി പുലർത്തുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായി തകരുമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോ അയ്യപ്പന് വേണ്ടി ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാനമോ ആദരവോ കൊണ്ടല്ല, വീണ് കിട്ടിയ സുവർണാവസരം. ആ സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയ്യപ്പൻ തന്നെ തുറന്നു കാട്ടിക്കൊടുക്കുന്നു ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള കാര്യം. അതും എന്റെ പേരിൽ നിങ്ങൾ ഈ പരിപാടി നടത്തണ്ട എന്ന് അയ്യപ്പൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പരിപാടി അയ്യപ്പന് പോലും വേണ്ട എന്ന അവസ്ഥയിലെത്തിയെന്ന് നാട്ടുകാർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്.